ഓം നമോ ഭഗവതേ വാസുദേവായ. നല്ല വാസനയുണ്ട്, നല്ല തണുപ്പുണ്ട്. ഈ എണ്ണ ആരാ കാച്ചിയത് ഭാനുമതി? ഞാനാ. എന്താ പറഞ്ഞിട്ട്? ഇതിലെന്ത് സൂത്രമാ നീ കലക്കിയത്? ഇത്തിരി നെല്ലിക്ക കലക്കി. ഈ വീട്ടിലെ തന്തയ്ക്കും പിള്ളേർക്കും ഒക്കെ പ്രാന്താ. ഇത്തിരി തണുക്കുന്നെങ്കിൽ തണുക്കട്ടെ എന്ന് വിചാരിച്ചു. ഞാൻ ഒരുത്തി ഒറ്റയ്ക്ക് ഈ വീട്ടിനകത്ത് കിടന്ന് ചക്രശ്വാസം വലിക്കുക. നേരാമണ്ണം ഒരു ജോലിക്കാരിയെ കൊണ്ട് തരാനോ അല്ലെങ്കിൽ ഒരു കല്യാണം കഴിച്ചൊരു പെണ്ണിനെ കൊണ്ട് തരാനോ ഇതിനകത്തുള്ള ഒറ്റ ആണുങ്ങൾക്കും ചിന്തയേ ഇല്ല. അപ്പൊ കല്യാണിയും പോയോ? കല്യാണി അവയിൽ നരച്ചപ്പോ മുള കൂടിയെന്നും പറഞ്ഞ് അപ്പൊ തന്നെ പറഞ്ഞു വിട്ടില്ലേ? ആ മുതലാളി ഇത്രയ്ക്ക് അപ്പുറത്തൊരാൾ വന്നിരിക്കുന്നു. ആരാണെന്ന് വെച്ചപ്പോ അഹങ്കാരി പേര് പറയുന്നില്ല. മുതലാളിയെ തന്നെ കാണണമെന്ന്. തലയ്ക്ക് നെല്ലിക്ക വെച്ചിരിക്കുമ്പോഴാ ഓരോരുത്തന്റെ എഴുന്നള്ളത്ത്. എന്ത് വേഷമാടു? പുരുഷ വേഷോ? ധൈര്യമായിട്ടോ. ആരെയാ കാണേണ്ടത്? താനെന്നാ ത്രിവിക്രമൻ മുതലാളി വിളിക്ക്, എനിക്കിത്തിരി ധൃതിയുണ്ട്. എന്നാ ഒട്ടും ധൃതി കുറയ്ക്കണ്ട, ഞാൻ തന്നെയാ അവതാരം. അബദ്ധാവുന്ന ഞാൻ ഭയന്നത്, പക്ഷെ അബദ്ധായില്ല. എണ്ണപ്പന കൃഷിക്ക് കേന്ദ്ര ഗവൺമെന്റിന്റെ ലോണിന് വേണ്ടി മുതലാളി അപേക്ഷിച്ചിരുന്നു. അത് തിരക്കാൻ വന്ന ഉദ്യോഗസ്ഥനായതാണ്. എണ്ണപ്പന ഇല്ലേലും കുഴപ്പമില്ല, എനിക്ക് അടുക്കള പണിക്കൊരാളെ വേണം. അതൊന്ന് കേന്ദ്ര സർക്കാർ ശരിയാക്കി തരുമോ? ശാസ്താവിനുള്ള വഴിപാടാ. ക്ഷേത്രം കുടുംബവയായോണ്ട് വെടിക്ക് നല്ല ശബ്ദമാ അല്ലയോ? ഈ വീട്ടിൽ അങ്ങനെയാ മനേരെ, ഒന്നിനും മായമില്ല. മക്കളുടെ കാര്യമൊക്കെ എങ്ങനെയാ? അതും ഈ വെടിമാതിരി തന്നെയാ, അശേഷം മായമില്ല. 3 ആണ്. മൂത്തവൻ ജയകൃഷ്ണൻ, അവനും എന്നെ പോലെ തന്നെ നന്നായിട്ട് അധ്വാനിക്കും. കൃഷി എന്ന് പറഞ്ഞ അവന് സ്വന്തം ഹൃദയമിടിപ്പ് പോലെ. വിവാഹം കഴിഞ്ഞിട്ടില്ല, വയസ്സ് 42 കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. ഇനിയും സമയമുണ്ടല്ലോ. മോത്തെ യശോദ എന്താ ഈ വഴിക്ക്? ഈ വഴിക്ക് വന്നാ ജയകൃഷ്ണൻ ചേട്ടനെ കാണാന്ന് മനസ്സിൽ നിന്ന് ആരാണ്ട് പറഞ്ഞു. അതാരാടി നിന്റെ മനസ്സിലൊരു ബ്രോക്കർ? നീ എന്നോട് മാത്രമല്ല എന്റെ അനിയൻ ഗോപീകൃഷ്ണന്റെ പിന്നാലെ ശൃംഗരിക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. ആ പറഞ്ഞത് രണ്ടാമൻ ഗോപീകൃഷ്ണൻ. ഒരു കതിന പൊട്ടുന്ന പോലാടൂ അവൻ ജനിച്ചത്. എന്റെ തനി രൂപം. വയസ്സ് 40 കഴിഞ്ഞു. തറവാടിന് ചേർന്ന് ഒരു ആലോചന വരാത്തതുകൊണ്ട് കല്യാണമായില്ല. അത് നന്നായെന്നാ അവനും പറയുന്നേ. കല്യാണം കഴിഞ്ഞാ പിന്നെ കൃഷിയിലുള്ള ശ്രദ്ധ കുറയും. ഗോവിച്ചേട്ടാ, എന്താണ് നോക്കുന്നേ? ശബ്ദം കേട്ടപ്പോ ഞാൻ കരുതി ഏതോ ഒറ്റക്കൊമ്പനാണ്. അപ്പോ മൂന്നാമത്തവന്റെ പേരെന്താ? ഇവരെ പോലെ തന്നെ അയാൾക്കും കൃഷിയാ? ആ വെടിപൊട്ടുന്നത് ഹരിക്കുഞ്ഞിന് വേണ്ടിയാ. അതൊരു പ്രത്യേക വഴിപാടാ. ഭഗവാനെ രക്ഷിക്കണേ. ഈ പടക്കത്തിന്റെ ശബ്ദത്തെക്കാൾ വേഗത്തിൽ എന്റെ ജീവിതത്തിൽ വച്ചടി കയറ്റം ഉണ്ടാവണേ. രക്ഷിക്കണേ. ഇത് ഏത് കമ്പനിക്കുള്ള അപേക്ഷയാ സാറേ? ഒരു മുസ്ലിമിന്റെ കമ്പനിയാ തിരുമേനി. സത്യം പറഞ്ഞ ഒരു മുല്ലാക്കയെ കൊണ്ട് ഓദിച്ചു വേണത് അയക്കാൻ. കിട്ടിയാ കിട്ടി. സാറിന് ജോലി കിട്ടിയാച്ചാൽ എന്റെ മോന്റെ ജോലി കൂടി ശരിയാക്കി തരണം. അവൻ SSLC 4 തവണ തോറ്റവനാണെങ്കിലും ആള് ബഹുമെടുക്കനാ. സാറിന്റെ കാര്യം ഞാൻ ഭഗവാനോട് പ്രത്യേകം പറഞ്ഞേക്കാം. കലക്കാതെ കുളിക്കടാ. ശരി, എണ്ണപ്പനയുടെ ലോണ്ടാരി എന്താ ചാച്ചാ? വന്നയാളിന് ഇത്തിരി കൈമടക്ക് കൊടുത്താൽ ശരിയാകുമെന്നാ പരമശിവൻ പറഞ്ഞു. കൈമടക്ക് കൊടുത്താലും കാര്യം നടക്കുമല്ലോ. കൈ മടക്കുന്നതിന് മുമ്പ് ഹരികൃഷ്ണുമായിട്ടൊന്ന് ആലോചിക്കണം. ഞങ്ങളെ പോലെ അച്ഛനും എഴുത്തുമായനെ അറിഞ്ഞൂടാത്തോണ്ട് ആ പരമശിവൻ പറഞ്ഞു പറ്റിക്കും. കൊല്ല 20 ആയടാ, ആ പാവം എന്റെ കൂടെ നിൽക്കുന്നു. ഈ 20 കൊല്ലം കൊണ്ട് ആ പാവം വീട് 2 വെച്ചു. അതച്ഛൻ അറിഞ്ഞോ? അങ്ങേരങ്ങനെ ഉയർച്ചയുടെ പടികൾ കയറിക്കൊണ്ടിരിക്കുക. ഭാഗ്യമല്ല എന്ത് പറയാ. അച്ഛാ, ബ്ലോക്കിൽ കുറെ പുതിയ പയറുവിത്ത് വന്നിട്ടുണ്ട് കേട്ടു. നമുക്ക് കുറെ വാങ്ങി മേലെ പറഞ്ഞ് വീശിയാലോ? വീശിക്കോ. ഇന്നലെ ഒരുപാട് തേങ്ങ കളവ് പോയി. അല്ലെങ്കിൽ തന്നെ തേങ്ങയുടെ വില താഴോട്ടാ. അതിനിടെ ഉള്ളതും കൂടെ കള്ളന്മാർ കൊണ്ടുപോയാലോ? കക്കുന്നവനെ അള്ളു വെച്ച് പിടിക്ക്, എന്നിട്ട് കാല് തല്ലി ഒടിക്ക്. അപ്പൊ പരിഹാരം ഉണ്ടാവും. കാല് തല്ലി ഒടിക്കാൻ മച്ചമ്പിയാരാ മൈസനട്ടോ? അവന്മാർ തെങ്ങിന്റെ തല വെട്ടും. വെട്ടട്ടാ, ഇന്ന് രാത്രി കാവൽ നിൽക്ക്, ഞാനും വരാം. മടവാളെടുത്ത് തെങ്ങിന്റെ മടലെ കുത്തിവെക്ക്. രക്ഷയില്ലാച്ച വെട്ടിക്കോ, ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം. വേണ്ട മച്ചമ്പി വേണ്ട, അതിന് കിടന്ന് കളിച്ചാൽ തീക്കളിയാകും. താനൊക്കെ പിന്നെ എന്തിനാടോ ഇങ്ങനെ ആണാന്നും പറഞ്ഞ് നടക്കുന്നേ? അല്ല, 24 മണിക്കൂർ ഇങ്ങനെ വെള്ളത്തിൽ കിടന്നാലേ ഉള്ള ആണത്വം പോവും. താനേ കാണ്ടാമൃഗം.
അമ്മേ എന്താ വെന്തോ? വേകുമ്പോഴേ മണിയടിക്ക. മോനങ്ങ് പോ. വല്ലാതെ വിശക്കുന്നുണ്ടല്ലേ? പകൽ നേരത്ത് ഒന്ന് പുറംപണി ചെയ്യാൻ ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ഇവിടെ താമസിച്ച് പണിയാനാണ് അമ്മേ ഒരാളെ കിട്ടാത്തത്. ജോലിക്ക് അപേക്ഷിച്ചിട്ട് എന്തായടാ ഹരികൃഷ്ണ, കിട്ടുവോ? ഈ വീട്ടിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ എനിക്കൊരു ജോലി കിട്ടിയേ പറ്റൂ. പ്രൈവറ്റ് എങ്കിൽ പ്രൈവറ്റ്, പബ്ലിക് എങ്കിൽ പബ്ലിക്. ഞാൻ ചാടും. നീ ഒരു ജോലിക്ക് കയറുന്ന ഞാൻ കണ്ടസാടാ. നീ ധൈര്യമായിട്ട് കയറ്. വീട് വിട്ട് പുറത്ത് ജോലിക്ക് പോകുന്നത് അച്ഛൻ ഇഷ്ടാവോ എന്തോ. ഏതായാലും അച്ഛന്റെ സമ്മതം കൂടി അറിഞ്ഞിട്ട് പോരെ. ഇങ്ങനത്തെ ഏട്ടന്മാരുണ്ടാവുന്നതിലും നല്ലതേ ജനിക്കാതെ ഞാനൊക്കെ ഗർഭത്തിലേ തൂങ്ങിച്ചാണമായിരുന്നു. നാശം. ഇത്ര വേഗം ചോറായോ? എന്നിട്ട് വയ്യ. എല്ലാം കൂടെ വിട്ട് വിഴിഞ്ഞേക്കരുത്. ഉണ്ടിട്ട് കളിക്കാം. പാ, നീ എന്തിനാടി മണി അടിച്ചത്? ഇത് മരണമണിയാ. എനിക്ക് വയ്യ ഇങ്ങനെ അടുപ്പിൽ ഊതി ഊതി പ്രാണം കളയാൻ. ഒരുത്തി എനിക്ക് ഇതിനകത്ത് കിട്ടണം. അതിന് കഴിയോ? നിങ്ങളുടെ അവിടെ ഇന്നെല്ലാരും പച്ചവെള്ളം കുടിച്ച് ഓരോ ഉള്ളിയും കടിച്ചു പോയി കിടന്നു. കാലനക്കാൻ വയ്യാതാ ഞാൻ ഈ പുഹയത്ത് കിടന്ന് കഷ്ടപ്പെടുന്നത്. ഈ ആണുങ്ങളുടെ വേഷം കെട്ടി നിൽക്കുന്ന ഒരൊറ്റ കഴുതിക്കെങ്കിലും എന്നെ ഒന്ന് സഹായിക്കാൻ തോന്നുന്നുണ്ടോ? നീ ബഹളം വെക്കണ്ട, വഴിയുണ്ടാവും. എത്ര ആലോചന ഈ വീടിന്റെ പടി കടന്ന് വന്നതാ. ഒരുത്തിനെങ്കിലും ഒരു പെണ്ണിനെ കെട്ടിക്കൊണ്ട് വരാൻ തോന്നിയോ? ആ പറഞ്ഞ എന്നെ കൂടെ ചേർത്തല്ലേ? ഞാൻ കെട്ടില്ല. കെട്ടാൻ വെച്ച പെണ്ണ് കെട്ടിന്റെ തലേ ദിവസം വേറൊരു കോന്തന്റെ കൂടെ ഒളിച്ചോടി പോയത് പെങ്ങക്കറിയാലോ. അവള് പോയെങ്കിൽ പോട്ടെ, അമ്മ നീയും കെട്ടല്ലോ. ഈ വയസ്സുകാരത് കണ്ണുകുത്തി കളിക്കാനോ? നീ പോടാ. ആങ്ങളെ കല്യാണം കഴിച്ച് എനിക്ക് സഹായത്തിന്റെ ഒരാള് വേണ്ട. പോത്തുപോലെ വളർന്ന രണ്ടെണ്ണം ഉണ്ടല്ലോ. രണ്ടല്ലേ പെങ്ങളെ, 3 പോത്ത്. ഹരിയെ ഞാൻ കൂട്ടിയിട്ടില്ല, അവൻ കുഞ്ഞ്. നിനക്ക് തലയ്ക്ക് വട്ടാടി. ഇവർക്ക് കല്യാണപ്രായം ആയെന്നും വെച്ച് കണ്ട കാമാക്ഷിയെയും മീനാക്ഷിയെയും കെട്ടിക്കൊണ്ടുവരാൻ ഞാൻ സമ്മതിക്കത്തില്ല. യോഗ്യത വേണം, തറവാടിത്തം വേണം, കുലമഹിമ വേണം. ഇതൊന്നുമില്ലാതെ കേറി വരാൻ ഈ വീടെന്താ പെണ്ണുങ്ങടെ കുളിക്കടവോ? ഇതെല്ലാം ഉണ്ടെന്നും പറഞ്ഞ് പരമശിവം കൊണ്ടുവന്ന ഒരു ആലോചനയില്ലേ? അതൊന്നും നോക്കിക്കൂടെ? മച്ചമ്പി, അത് നേരാ. ഒരു വലിയ തറവാട്ടിലെ ഏട്ടനെ അനിയനും മറ്റൊരു വലിയ തറവാട്ടിലെ ഏട്ടത്തെയും അനിയത്തെയും കെട്ടുന്നതിൽ ഒരു തരക്കേടുമില്ല. വെട്ടിയാൽ വാള് മുറിയുന്ന തറവാടാ അവരുടേത്. 500 കൊല്ലം മുമ്പ് ഇവിടുത്തെ നാടുവാഴിയായിരുന്നു അവരുടെ കാരണവരെ. കുലമഹിമ ഇതിലപ്പുറം ചിന്തിക്കാനുണ്ടോ? എന്നാൽ അന്നങ്ങേർ ഇവിടുത്തെ പേര് കേട്ടൊരു സിംഹമായിരുന്നിരിക്കണം. 500 കൊല്ലം മുമ്പ് ഇവിടെ മുഴുവൻ കാണായിരുന്നടാ. എന്റെ ഏട്ടന്മാര് കല്യാണം കഴിക്കുന്ന ആരെയായാലും കൊള്ളാം, അവർക്ക് ഇത്തിരി ഭംഗി വേണം. അതെനിക്ക് നിർബന്ധം. അതെനിക്ക് നിർബന്ധ. പെണ്ണാളെങ്ങനെ? നല്ല തക്കാളി, തക്കാളി പോലത്തെ പെണ്ണുങ്ങള്. പച്ചത്തക്കാളിയോ പഴുത്ത തക്കാളിയോ? മൂത്തവൾ ഇത്തിരി പച്ച, ഇളയത് ഇത്തിരി പഴുത്തതാ. എനിക്ക് അങ്ങനെയാ തോന്നിയേ. ഇനി നിങ്ങൾ കാണും. കൊണ്ടു കൊടുക്കൂ കുട്ടി. അതിലേത് എന്റെ ചെക്കൻ? ജാതക ചേർത്ത നല്ലപോലെ ഉണ്ടെന്നാ കണ്ടവർ. ഏറ്റവും നന്നായി ചേരുന്ന ജാതകം തമ്മിൽ കൂട്ടിക്കെട്ടാം. എന്താ? ആയിക്കോട്ടെ. എന്താ വിരോധോട്ടോ? ഒരു വിരോധമില്ല. ഈ 2 തറവാട് ഒന്നിച്ചാൽ പിന്നെ ഈ കാർന്നന്മാരാണല്ലോ ഇവിടുത്തെ നാടുവാഴികൾ. പച്ചത്തക്കാളി വരട്ടെ. ഞാനാ നീന, ഏട്ടന്മാര് വരാ. അയ്യോ, പരിചയപ്പെടുത്താനങ്ങ് മറന്നുപോയി. മൂത്തവൻ അവൻ ജയകൃഷ്ണൻ, രണ്ടാമനായി ഇവൻ ഗോപികൃഷ്ണൻ. നേരെയൊക്കെ നോക്കി കണ്ടോടാ. എന്താ അതിന്റെ അഭിപ്രായം? എനിക്കല്ലേ നല്ലതാ, എനിക്കത് മതി. നിന്റെ കാര്യം എങ്ങനെ? എനിക്ക് ഇളയതിനെ മതി. എടാ, നിനക്ക് പറഞ്ഞു വെച്ചിട്ട് മൂത്തതിനെയാ. അതിന് എനിക്ക് വേണ്ട. അതിന് മൂപ്പിത്തിരി കൂടും. അമ്മാവിന് ഇതിൽ ഇടപെട്ട് എന്റെ കാര്യം കലക്കരുത്. ഇത് നടന്നില്ല, എനിക്ക് ഇനി വിവാഹമേ വേണ്ട. എന്താടി ഇരുന്ന് മോങ്ങുന്നത്? എന്താണെന്ന്? അവർക്ക് ആ 2 പേരും വേണ്ടെന്ന്. 2നും പഠിപ്പില്ല അത്രേ. അത്ര നിർബന്ധാണെങ്കിൽ ഇളയവനെ കെട്ടിക്കോളാൻ നിർത്തി. അപ്പൊ മൂത്തവൾക്കും അവനെ തന്നെ വേണം. പുറത്ത് അതിലും വലിയ പ്രശ്ന. 2 ആൾക്ക് ഇളയതിനെ മതി, മൂത്തതിന് ആർക്കും വേണ്ട. ഞാൻ എന്താ ചെയ്യാ? ഇവളുമാർക്ക് ഇത്രയും ബുദ്ധിയില്ലാണ്ടായല്ലോ. ഇത്രയധികം സ്വത്തുള്ള കുടുംബത്തിൽ നിന്ന് ഇങ്ങനെ ഒരു ആലോചന ഇതിനു മുമ്പ് വന്നിട്ടുണ്ടോ? ഞങ്ങൾക്കുള്ള സ്വത്തൊക്കെ മതി. അത് ഒന്ന് 8ാം ക്ലാസ്സും ഒന്ന് 7ാം ക്ലാസ്സും. നേരം വേണം പേരിന്റെ സ്പെല്ലിംഗ് പോലും പറയാൻ അറിയില്ല. അവരെ കെട്ടാൻ ഞങ്ങൾക്ക് വയ്യ. അത്രയ്ക്ക് ദണ്ണമാണ് ഈ മൂത്തൻ അമ്മാവൻ കെട്ടി.
പെണ്ണ് കാണാൻ വന്നിട്ട് ഒരുമാതിരി വിട്ടിത്തരം കാണിക്കരുത്. എന്താ അവരുടെ തീരുമാനം? എനിക്കറിയാത്തിയാ മതി. എനിക്കും അനിയത്തിയാ മതി.